അങ്ങനെ കേരളം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വളരെ സർപ്രൈസിങ് ആയിരുന്നു. കാരണം പ്രഖ്യാപിച്ചു 25-ാം ദിവസം ഇലക്ഷനാണ്. സാധാരണ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു 40 ദിവസമോ ഒരു 35 ദിവസമോ ഒക്കെ ആയിരിക്കും. പക്ഷെ വളരെ നേരത്തെയായി. അപ്പോൾ ഈ മാർച്ച് 23 വരെയുള്ളൂ പത്രിക സമർപ്പിക്കാനുള്ള സമയം. അത് കഴിഞ്ഞ സൂക്ഷ്മ പരിശോധന മാർച്ച് 24, പിൻവലിക്കാനുള്ള അവസാന ദിവസം മാർച്ച് 26. അത് കഴിഞ്ഞാൽ ഏപ്രിൽ 9 ഇലക്ഷൻ. കേരളം മാത്രമല്ല, ആസാമിലും പുതുച്ചേരിയിലും ഏപ്രിൽ 9 തമിഴ്നാട്ടിൽ ഏപ്രിൽ 23 ബംഗാളിൽ 2 ഘട്ടമായിട്ടാണ്, ഏപ്രിൽ 23 ഏപ്രിൽ 29. അത് കഴിഞ്ഞാൽ കേരളത്തിലെ വോട്ടെണ്ണൽ മെയ് 4 അപ്പോൾ ഇനി അങ്ങോട്ട് എന്താ പറയാ, ഒരു വിശ്രമമില്ലാത്ത ഒരു ഓട്ടോ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്. അതിപ്പോ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്താ പറയുക, ഇതിന്റെ പരസ്യ പ്രചാരണം മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഇതിന്റെ ബാക്കിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വിശ്രമം ഉണ്ടാവില്ല. സർക്കാർ എന്താ പറയുക, ജീവനക്കാർ, എനിക്ക് തോന്നുന്നു ഇന്നലെ അത് പ്രഖ്യാപിച്ചപ്പോൾ, അതായത് ഞായറാഴ്ചയാണ് ഇത് പ്രഖ്യാപിക്കുന്നത് വൈകിട്ട്. അപ്പോൾ ഒരുപാട് പേര് ശനിയും ഞായറൊക്കെ അവധി എടുത്തിട്ട് എല്ലാവരും പല ട്രിപ്പ് പോയവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇനി അവധിയില്ലാത്ത ദിവസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്. ഇനി ദുഃഖവെള്ളിയും പെസഹ വ്യാഴമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഇവർക്ക് അവധി കിട്ടില്ല എന്നുള്ളതാണ് കേട്ടിരിക്കുന്നത്. എന്തായാലും ഇലക്ഷന്റെ ആ ഒരു ചൂട് തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ മലയാള മനോരമ പത്രത്തിലൊക്കെ അവരൊരു കോണ്ടസ്റ്റ് വരെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്, നാം വരയ്ക്കും വിധി 0 വെട്ട് കളി. അതായത് കുറച്ച് പ്രമുഖ നേതാക്കന്മാരുടെയൊക്കെ ഒരു കാരിക്കേച്ചറൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ MA ബേബിയും KC വേണുഗോപാലും, അപ്പുറത്തെ സൈഡിൽ ബാക്കിയുള്ള ഒരുപാട് നേതാക്കളുടെയൊക്കെ പടമൊക്കെ വെച്ചിട്ട്, എന്നിട്ട് അതിലെ എല്ലാ മണ്ഡലങ്ങളുടെയും വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം 2021 ആരൊക്കെ ജയിച്ചു, അതൊരു എന്താ പറയുക, ഒരു ജനറൽ നോളജ് ഒക്കെ പോലെ വെച്ചിട്ടൊരു വെട്ടുകളി എന്ന് പറയുന്ന ഒരു 0 വെട്ടുകളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, പത്രക്കാർക്ക് ഭയങ്കര കോളായി തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇനി അങ്ങോട്ട് പരസ്യങ്ങളുടെയും കാര്യങ്ങളൊക്കെ, എന്താ പറയുക, പരസ്യങ്ങളുടെ ഒക്കെ ഒരു സമയമാണ്. അപ്പൊ ഈ പരസ്യങ്ങളുടെ ഒരു കാര്യം തന്നെയാണ് എനിക്കിതിൽ ഏറ്റവും ഭയങ്കര രസകരമായിട്ട് തോന്നിയത്. നമുക്കറിയാം, പണ്ടൊക്കെ ഒരു ചോരെഴുത്ത് പരസ്യമോ അല്ലെങ്കിൽ നോട്ടീസോ ഒക്കെ, ഇന്ന് കൂടുതൽ ഡിജിറ്റൽ ഇതിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓരോ മുന്നണിയുടെയും അവരുടെ പരസ്യങ്ങളെ കുറിച്ച് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഓരോന്നിലും എടുത്തു പറയാം. അതിൽ പ്രധാനമായിട്ട് ഞാൻ LDFന്റെ കണ്ടിരുന്നത് അവരുടെ ഒരു ഫുൾ പേജ് പരസ്യം, അതാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. അതിൽ കുതിച്ച് കേരളം എന്ന് പറഞ്ഞിട്ടാണ്. കുതിച്ചു കേരളം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഒരു എന്താ പറയാ, ഒരു ക്വാർട്ടറും അല്ല, അതിന്റെ താഴെയുള്ള ഒരു പേജിലുള്ള അത്രയും സൈസിലുള്ള ഒരു പരസ്യം കണ്ടത്. ഓരോ മേഖലയിലും കിഫ്ബി വഴി ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ഏതൊക്കെ, എത്ര കോടി രൂപയുടെ, ഉത്തരം കണ്ടെത്തൂ, വാട്സപ്പ് ചെയ്യൂ, നറുക്കെടുപ്പിലൂടെ സമ്മാനം നേടൂ, ഫൈൻഡ് ആൻഡ് വിൻ കിഫ്ബി ഡെവലപ്മെന്റ് ക്വിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വിസ് എന്ന രീതിയിലാണ് ഈ LDF സർക്കാർ ഇവിടെ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അവരുടെ ഇത്ര കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കിയ കാര്യങ്ങൾ, അതായത് അവരുടെ വികസനത്തിന്റെ കാര്യങ്ങൾ ഒരു ക്വിസ് പോലെ നടത്തിയിട്ട് അത് നിങ്ങൾ എഴുതി നമുക്ക് അയച്ചു തരൂ, അതൊന്ന് നറുക്കെടുപ്പാം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പിന്നെ ഒന്നായി തുടരാം നവ കേരളത്തിലേക്ക്, ഇച്ഛാശക്തിയുടെ ദൃഢനിശ്ചയവും കൊണ്ട് കേരളത്തെ സമാനതകളില്ലാത്ത പുരോഗതിയിലേക്ക് നയിച്ച സർക്കാരിനൊപ്പം നമ്മൾ ഒന്നാമതായി തുടരുകയാണ്. എന്നിട്ട് കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായിട്ട് എനിക്കൊണ്ട്. ഓടി നേടി KSRTC ലാഭം, ലോകം വിരുന്നു വരുന്നു ടൂറിസം, ഒന്നും കിട്ടാത്തവരില്ല റേഷൻ, മുടങ്ങാത്ത ക്ഷേമം പെൻഷൻ, വളരുന്നു പടരുന്നു വ്യവസായ മേഖല, ഒപ്പം അവൾക്കൊപ്പം സ്ത്രീ സുരക്ഷ. ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാക്കാണ്. ഹൃദയം തൊട്ട്, പിന്നെ റോഡെല്ലാം റെഡിയായി, ഇങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ കുറെ എണ്ണം കൊടുത്തിട്ട് മുന്നേറും നവ കേരളത്തിലേക്ക് എന്നും പറഞ്ഞിട്ടാണ് ഇവരുടെ അതായത് ഇവരുടെ LDF സർക്കാരിന്റെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പരസ്യമാണ്. പിന്നെ നമ്മുടെ നേറ്റിവിറ്റി കാർഡ് എന്ന് പറഞ്ഞപ്പോ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ എന്താ പറയാ, ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ഒരു എതിരെയുള്ള ഒരു രീതിയിൽ പോലെയാണ്. കേന്ദ്ര സർക്കാർ നമ്മുടെ ഈ എന്താ പറയാ, ഇപ്പൊ കുറെ പേരെ ഇതിന്ന് ലിസ്റ്റിൽ നിന്ന് മാറ്റുന്നു, SIR, അങ്ങനെ അതിനൊക്കെ എതിരെയൊക്കെ ആയിട്ട് നേറ്റിവിറ്റി കാർഡ് എന്ന് തുടങ്ങിയിട്ട് അതിന്റെ ഒരു പരസ്യമുണ്ട്. പിഴുതു മാറ്റില്ല ഈ മണ്ണിലെ വേരുകൾ എന്നും പറഞ്ഞിട്ട് ഒരു പരസ്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ LDFന്റെ ഒരു ഡിജിറ്റൽ ക്യാമ്പയിൻ വളരെ ശക്തമായിട്ടുള്ള ക്യാമ്പയിനാണ്. ഞാൻ മനസ്സിലാക്കിയത് ഈ 3 മുന്നണികളിലും അവർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം ഈ ഇലക്ഷന്റെ ഈ ഒരു തീയതിയും കാര്യങ്ങളും പ്രഖ്യാപിച്ചപ്പോൾ ആ ഒരു മൊമെന്റിൽ തന്നെ എനിക്ക് തോന്നുന്നു വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് അവര്
അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ബോർഡുകളും ഹോർഡിങ് ഫ്ലക്സുകളും പല സ്ഥലത്തും എല്ലാം അപ്പൊ തന്നെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവര് പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ള CPM പ്രിപ്പയർഡ് ആയിരുന്നു, CPIയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തോന്നുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരും പ്രിപ്പയർഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. LDF സർക്കാർ പ്രിപ്പയർഡ് ആണ്, LDF അവരെന്താ പറയുക മുന്നണി പ്രിപ്പയർഡ് ആണ്. മുന്നണി എന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് CPM ഒക്കെ. ബാക്കി മുന്നണിയിലൊക്കെ പിന്നെ പ്രഖ്യാപിച്ചു, ഈ പറഞ്ഞ പോലെ ജോസ് കെ മാണി ഗ്രൂപ്പ് അവരൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 1 by 1 എല്ലാം ചെയ്യുന്നുണ്ട്. എന്തായാലും LDF ആ കാര്യത്തിൽ പ്രിപ്പയർഡ് ആയിരുന്നു. അവരുടെ പരസ്യങ്ങളാണെങ്കിലും നമുക്കറിയാം 2016 LDF വരും എല്ലാം ശരിയാകും, അതൊരു 1.5 പരസ്യമായിരുന്നു. അത് പിന്നീട് ട്രെൻഡായി മാറിയ വാക്ക്, എന്ത് പറഞ്ഞാലും എല്ലാം ശരിയാകും LDF വരും, ട്രോളായിട്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്ഷൻ ആയിരുന്നു. 2021 ഉറപ്പാണ് LDF, അവര് തുടർ ഭരണം ഉറപ്പാണെന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു. ഇപ്പൊ എന്തായാലും ഒന്നാണ് നമ്മൾ കുതിച്ച് കേരളം, അങ്ങനെ പല പല രീതികളിൽ ഇപ്പൊ എന്തായാലും അവരോരോ സ്ട്രാറ്റജി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വിമർശനങ്ങളും വരുന്നുണ്ട്. കാരണം ഈ പറയുന്ന VD സതീശൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്നാണ്, അതായത് ഈ പ്രചാരണത്തിന്റെ ഒക്കെ ഇപ്പോഴുള്ള ഈ ഡിജിറ്റൽ പ്രചാരണത്തിന് തൊട്ട് മുമ്പ് തന്നെ ഇവർ LDF ഒരു UDF വിരുദ്ധ പരസ്യം എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിരുന്നു. UDFന്റെ കാലത്തെ അന്നത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ അതിനെതിരെ VD സതീശനൊക്കെ രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു. ഇതാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് എനിക്കൂടെ മാധ്യമങ്ങളെയൊക്കെ വിമർശിച്ചിരുന്നു. അതായത് ഈ പറയുന്ന LDFന്റെ പണം വാങ്ങി പ്രവർത്തിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്, പക്ഷെ ഇത് കുറച്ച് കടന്ന കയ്യെ പോയി അങ്ങനെ എന്തോ ഭയങ്കര ഇതായിട്ട് അദ്ദേഹം VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. NDAയുടെ ഒരു ഡിജിറ്റൽ ക്യാമ്പയിൻ തുടങ്ങിയതാണ്. ഇതിൽ വേറൊരു തരത്തിലാണ്, അവർ കുറെ ട്രോൾ എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് അത് പത്രത്തിൽ മാത്രമല്ല, പത്രത്തിൽ ഈ മറ്റേ നമ്മുടെ LDF ചെയ്യുന്ന പോലെ അങ്ങനെ ഭയങ്കര വലിയ പരസ്യങ്ങൾ, അവരിരിക്കുന്ന ഒരു 3 കോളം എന്നുള്ള സൈസിലുള്ള പരസ്യങ്ങളാണ് പത്രത്തിൽ. ഇത് പിന്നീട് ഡിജിറ്റലിലൂടെയൊക്കെ സോഷ്യൽ മീഡിയ പേജസിലൂടെയൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. അതിലൊന്ന് ഇവരുടെ മെയിൻ ക്യാമ്പയിൻ, NDAയുടെ ഇപ്രാവശ്യം മെയിൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ UDFും LDFും 2 അല്ല 1 ഇതാണ് അവരുടെ മെയിൻ ക്യാമ്പയിൻ. അതിന്റെ കൂടെ ഓരോ വാചകങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട്, ഒന്നില് ജമാഅത്തി സഖ്യത്തിൽ 1, അത് ഇവര് 1, അത് ഏതിലൊക്കെ 1 എന്നുള്ള രീതിയിലാണ്. പിന്നെ BJP NDAയുടെ പ്രധാന അവരുടെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ മാറാത്തത് മാറും, ഇനി കേരളം വളരും. അതായത് BJPനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ BJPനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഇനി മാറാത്തത് മാറും, അതായത് കേരളത്തിൽ BJP വരും, BJP കേരളം വളരും എന്നാണ്. കൂടെ LDFനും UDFനും ഒരു കൊട്ടു കൊടുക്കുന്ന രീതിയിൽ ഇതിന്റെ കൂടെ ഇവര് പല സിനിമകളുടെ പല കാരിക്കേച്ചേഴ്സ് വെച്ചിട്ട്, അതിൽ ഒന്നും ഞാൻ കണ്ടത് ഫിലോമിന, നമ്മുടെ പഴയ നടി ഫിലോമിന, അവരുടെ ഒരു നാടൻ ഫിലോമിനും മോഡേൺ ഫിലോമിനും അവർ 2 കഥാപാത്രങ്ങൾ വെച്ചിട്ട്, ഇതൊന്ന് LDF ഇതൊന്ന് UDF എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയിലെ ഈ വേഷം മാറിയിട്ട് ശ്രീനിവാസനും തിലകനും സൈക്കിളിൽ പോകുന്ന ഒരു രംഗമുണ്ടല്ലോ, ഞങ്ങളുടെ 2 പേരുടെ ശബ്ദം നമ്മുടെ ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്, ഇത് വെച്ചിട്ട്. പിന്നെ ഒന്ന് ജയനും പ്രേം നസീറും പണ്ട് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീൻ, അവസാനം ചേട്ടാ അനിയ എന്ന് പറഞ്ഞ ചേട്ടൻ അനിയനും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു മുഹൂർത്തം, ഒരു രംഗമുണ്ട്. പിന്നെ കടലാസും കന്നാസും, നമ്മുടെ കാബൂളി വാലയിലെ, അത് ഇന്നസെന്റിന്റെ ജഗദീഷ് ശ്രീകുമാറിനെ വെച്ച് അവരൊരു കുടം കയ്യിൽ കൊണ്ടുപോകുന്നത് വെച്ചിട്ടുള്ള ഒരു എന്നിട്ട് ഉള്ള വാഗ്ദാനങ്ങളിൽ 1 എന്നും പറഞ്ഞിട്ട്, അതിലാണ് ഞാൻ പ്രധാനമായിട്ട് കടലാസ് കന്നാസിനെ കണ്ടത്. പിന്നെ ജഗദീഷ് ശ്രീകുമാറും കുതിരവട്ടം പപ്പുവിനെ മഴ പെയ്യുന്നു മതളം കൊട്ടുന്നു എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗം, ഈ രംഗം വെച്ചിട്ടും ഇവര് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് കൂടുതൽ ഇപ്പോൾ ഒരു ട്രോൾ എന്ന രീതിയിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഡിജിറ്റൽ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ശരിക്ക് ഭയങ്കര ആക്റ്റീവ് ആവുന്നത് 2016 അന്ന് BJP, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LDF എല്ലാം ശരിയാകുന്ന LDF പറയുമ്പോൾ BJP എന്ന് പറഞ്ഞിരുന്ന വഴിമുട്ടിയ കേരളം വഴി കാട്ടാൻ. ഇനി 2021 ആയപ്പോ പുതിയ കേരളം മോദിക്കൊപ്പം. അപ്പോഴേക്കും മോദി ഒന്ന് കുറച്ചുകൂടി ജനകീയനായപ്പോ പിന്നീട് മോദിയുടെ മുഖം വെച്ചിട്ടാണ്, ഇപ്പോഴും മോദിയുടെ മുഖം തന്നെയാണ്, നരേന്ദ്രമോദിയുടെ മുഖം തന്നെയാണ് എല്ലായിടത്തും വെച്ചിട്ടാണ് BJP വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവര് NDAയുടെ ഒരു PR വർക്ക്, NDAയുടെയും LDFന്റെയും, എനിക്ക് തോന്നുന്നു NDAയും LDFും PR വർക്കിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ കാര്യത്തിലൊക്കെ അവർ 2 പേരും മത്സരിച്ചിട്ടാണ്. കാരണം നമുക്കറിയാം പിണറായി വിജയനും മോഹൻലാലുമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഇറങ്ങി, അത് അത്യാവശ്യം എല്ലാ മീഡിയാസിലും അവർ തന്നെ അത് കൊടുത്തു. അതിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന, ഇന്നിപ്പോ പിണറായിക്കെതിരെ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, അല്ലെങ്കിൽ പിണറായിക്കെതിരെ ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ പിണറായി ഒരു എന്താ പറയുക ഒരു ജാടക്കാരനാണെന്നുള്ളതൊക്കെ മാറ്റിമറിക്കുന്ന അദ്ദേഹത്തിലെ ഒരു സാധാരണക്കാരൻ, അദ്ദേഹത്തിലെ ഒരു ഭർത്താവിനെ, ഒരു അച്ഛനെ, ഒരു സുഹൃത്തിനെ ഒക്കെ കൂടുതൽ തുറന്നു കാണിക്കുന്ന ഒരു ഇതായിരുന്നു ആ മോഹൻലാലുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ. ഇതുപോലെ തന്നെ മോഹൻലാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു യൂട്യൂബ് ചാനൽ, ഒരു പോഡ്കാസ്റ്റിൽ, അതിൽ അദ്ദേഹത്തിന്റെ സിനിമാ യാത്രയെ കുറിച്ച് പറഞ്ഞതിൽ മോദിനെ കുറിച്ചും മോദി കേരളത്തിന് ചെയ്ത കാര്യങ്ങളെ കുറിച്ചും, മോദി എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ കുറിച്ച് മോഹൻലാൽ ഭയങ്കര പുകഴ്ത്തി. ഇത് 2 രീതിയിലും ഇതൊരു PR വർക്ക് തന്നെയാണ് എന്ന് നമുക്ക് അറിയാവുന്ന, അത് തുറന്ന് അങ്ങനെ ഓപ്പൺ ആയിട്ട് ആരും സമ്മതിച്ചില്ലെങ്കിലും അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും LDFും
NDA ഇപ്പൊ മാറി മാറി നല്ല നല്ല പരസ്യങ്ങളിലാണ്, പറഞ്ഞു പറ്റിക്കലിൽ ഇവർ ഒന്നാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ രസകരമായിട്ടുള്ള കുറെ ക്യാപ്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ മെയിൻ ക്യാപ്ഷൻ ഇതാണ്, UDF ഉം LDF ഉം രണ്ടല്ല ഒന്നാണെന്നുള്ളത്. പിന്നെ LDFന്റെ പരസ്യത്തെ കുറിച്ച് ഇപ്പോ BJPയുടെ നേതാവ് ഉല്ലാസ് ബാബു, അദ്ദേഹം ചാനൽ ചർച്ചകളൊക്കെ വന്നിരിക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, LDF പരസ്യം ചെയ്യാൻ ഉപയോഗിച്ച ഈ ഒരു പൈസ ഉണ്ടായിരുന്ന സാധാരണക്കാർക്ക് ഇവിടെ കുടിവെള്ളമെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ, ഇത് AKG കൊണ്ടുവന്ന പൈസയിലല്ലോ, നമ്മുടെ എല്ലാവരുടെയും നികുതി പണമല്ലേ, സർക്കാരിന്റെ പണമല്ലേ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ വലിയൊരു വീഡിയോ പരസ്യം, അത് ഞാൻ NDAയുടെയും കണ്ടു, LDFന്റെയും കണ്ടു. NDAയുടെ വീഡിയോ പരസ്യം അതിഗംഭീരമായിട്ടുള്ള ഒരു പരസ്യമാണ്. അതിൽ മോദി വരുന്നുണ്ട്, രാജീവ് ചന്ദ്രശേഖർ, സുരേഷ് ഗോപി, പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു കൊച്ചി മെട്രോയും വിഴിഞ്ഞവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു പരസ്യത്തിൽ, വീഡിയോ പരസ്യത്തിൽ കാണിച്ചിട്ട് ഏകദേശം 2-3 മിനിറ്റ് വീഡിയോ പരസ്യമാണ്. കേരള സർക്കാർ, LDF സർക്കാരും 2 പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു പ്രളയത്തെയും കോവിഡിനെയൊക്കെ നമ്മൾ അതിജീവിച്ച പല കാര്യങ്ങളെ കുറിച്ച് പറയുന്ന പോകുന്നു. പിന്നെ ഒരു മിനിറ്റ് ഭാവന അഭിനയിക്കുന്ന, ഭാവന സെൻട്രൽ ആയിട്ടുള്ള ഒരു പരസ്യമുണ്ട്. അതിൽ ഭാവന വന്നിട്ട് നമ്മൾ തുടരും, ഓക്കെ അല്ലേ, ഡബിൾ ഓക്കെ ആണ്, സെറ്റ് അല്ലേ, നമ്മൾ ഈ യാത്ര തുടരും, ഇങ്ങനെ കുറച്ച് വാക്കുകൾ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. ഇതെല്ലാം കഴിഞ്ഞ അവസാനം ഒരു ഷോട്ട് കാണിക്കുന്നതിൽ ഒരു കുറ്റിയിൽ, റോഡ് സൈഡിൽ ഒരു കുറ്റിയിൽ 3.0 എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാമതും LDF തന്നെ വരും എന്ന രീതിയിലുള്ള അങ്ങനത്തെ ഒരു അർത്ഥം വെക്കുന്ന ഒരു സാധനം കൂടിയാണ് അതിൽ ഈ പറയുന്ന LDFന്റെ ആ ഒരു വീഡിയോ പരസ്യത്തില്. UDF എനിക്ക് തോന്നുന്നു ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പിന്നിലാണ് ഇവരുടെ ഒരു PR വർക്കും പരസ്യത്തിലും. കാരണം UDFന്റെ ക്യാപ്ഷൻസ് ഉണ്ട്. ഇപ്രാവശ്യത്തെ പുതിയ ക്യാപ്ഷൻ കേരളം ജയിക്കും, UDF നയിക്കും. പിന്നെ ഒരു പരസ്യം ഞാൻ കണ്ടു, അത് കുറച്ച് അട്രാക്ഷനാണ്. കണക്ക് ചോദിക്കാൻ സമയമായി, ഈ ദുർഭരണം അവസാനിക്കാൻ ഇനി 25 ദിവസം മാത്രം. ഇത് പറഞ്ഞ് കുറെ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അതായത് LDF സർക്കാർ അവരുടെ നേട്ടങ്ങൾ എടുത്തു പറയുമ്പോൾ UDF ഇതിൽ പറയുന്നത് വന്യജീവി ആക്രമണം, സ്വർണ്ണക്കൊള്ള, ഗുണ്ടാരാജ്, പിൻവാതിൽ നിയമനം, തകർന്ന ആരോഗ്യ മേഖല, അഴിമതി, വിലക്കയറ്റം, 6 ലക്ഷം കോടി കടം, ഇങ്ങനെ ഇവരുടെ കുറ്റങ്ങളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. 2016 ഇവരുടെ ക്യാപ്ഷൻ വളരണം ഈ നാട്, തുടരണം ഈ ഭരണം എന്നായിരുന്നു. 2021 ആയപ്പോൾ നാട് നന്നാക്കാൻ UDF. പക്ഷെ 2 തവണയും UDFന് അങ്ങ് വരാൻ പറ്റിയിട്ടില്ല. ഇനി ഇപ്രാവശ്യം എന്താന്നുള്ളത് നോക്കാം. പിന്നെ ഇപ്രാവശ്യം വളരെ എന്താ പറയാ, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാന്ന് പറയാം. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരം പ്രകടമായി നമ്മുടെ UDF തൂത്തുവാരി, BJPക്ക് ഒരു മുന്നേറ്റം വന്നു, LDF ഒന്ന് അടിയിലോട്ട് പോയി. പക്ഷെ ഇപ്രാവശ്യം ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. മെയിനായിട്ട് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. ഇപ്പോഴും പൂർണ്ണമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനം 3 മുന്നണികളുടെയും കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തെ സീറ്റ് കിട്ടാത്ത ആൾക്കാരെ ഇപ്പുറത്തോട്ട് ചാടിപ്പോകുന്നുണ്ട്, അവരെ അവിടെ നിർത്തുന്നുണ്ട്. ഇത് വേറൊരു പാർട്ടിയിൽ നിന്ന് വന്ന ഒരാൾക്കാരെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ അത്ര കാലം പ്രവർത്തിച്ചവരുടെ അവർക്ക് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇനി വളരെ ടൈറ്റാണ്. എന്തായാലും പരസ്യങ്ങളുടെ കാര്യങ്ങൾ ഇവര് റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലായി. NDAയും LDFും അവരിഞ്ഞ് അങ്ങോട്ട് ഡിജിറ്റൽ, നമ്മളിഞ്ഞ് എന്താ പറയാ, മൊബൈല് തുറന്നാൽ ഇഞ്ഞ് ട്രോളുകളും അല്ലെങ്കിൽ അതുപോലത്തെ പോസ്റ്റേഴ്സും തമ്മിൽ കരിവാരിത്തേക്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും എനിക്ക് ഇത് ഭയങ്കര രസകരമായിട്ട് തോന്നി. ഇതൊക്കെ ഒരു ക്രിയേറ്റീവ് ടീമിന്റെ ഒരു ബുദ്ധിയാണ് ശരിക്കും. ഇവർ പാർട്ടി ഏൽപ്പിക്കുന്ന ഒരു PR ടീമിന്റെ, അവരുടെ ഒരു ക്രിയേറ്റീവ് ടീമിന്റെ ബുദ്ധിയാണ്. കാരണം ഓരോ ക്യാപ്ഷൻസും കുറുക്കിക്കൊള്ളണം, കാരണം ഒരു വാക്കും കുറുക്കിക്കൊള്ളണം. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു LDF വരും, എല്ലാം ശരിയാകും എന്ന് പറയണത് എല്ലാവരുടെയും മനസ്സിലോട്ടാണ് ആ ക്യാപ്ഷൻ കയറിയത്. അത് ഭയങ്കര പ്രാധാന്യമാണ്. എന്തായാലും ഇതിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ട്രോളുകൾ കുറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും എന്തായാലും കണ്ടാൽ നിങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയം ഉണ്ടാവും. പിന്നെ ഇവർ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും, എല്ലാം നല്ല എന്താ പറയാ. ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ആവേശം നമ്മുടെ മലയാളികൾക്കൊക്കെ ഒരുപോലെയാണ്. അപ്പൊ എന്തായാലും ആ ആവേശം അങ്ങനെ തന്നെ പോട്ടെ. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ഇനി ഇലക്ഷന്റെ ബാക്കി വിശേഷങ്ങൾ ഇതുപോലെയൊക്കെ നമുക്ക് സ്ഥാനാർത്ഥികളെ കുറിച്ചും അതിന്റെ മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ ഓരോ എപ്പിസോഡുകളിൽ നമുക്ക് പറയാം.